ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചതുരംഗപ്പാറയിലെ കാഴ്ചകളാണ് കണ്ടു നിർത്തിയത്. ഇനി അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോരും കേട്ടോ. അപ്പോൾ ഇനി തിരിച്ച് നമുക്ക് ശാന്തമ്പാറയിൽ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച അതേ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നമുക്ക് ചായ ഉണ്ട്, അത് കഴിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് ശാന്തമ്പാറയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചതുരംഗപ്പാറയിൽ നിന്നപ്പോഴാട്ടോ കാറ്റിൻ്റെ ശക്തി എത്രയുണ്ടെന്ന് മനസ്സിലായത്. കാറ്റ്, അഗ്നി, ജലം, ഇതിനൊക്കെ പ്രപഞ്ച ശക്തികളാണല്ലോ. അപ്പോൾ ഭയങ്കര പവറാണ് കാറ്റിനെന്ന് മനസ്സിലായി. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പിന്നെ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഇറങ്ങി പോരാൻ തോന്നണില്ല കേട്ടോ. ഇതൊക്കെ ഇനി കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ശാന്തമ്പാറ എത്തി. അവിടെ നമുക്ക് ചായയൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ അവിടെ എല്ലാ തരം നമുക്ക് പഴംപൊരി, ഉഴുന്നുവട, പരിപ്പുവട അങ്ങനെ എല്ലാം ഉണ്ടായി. ചായ ഉണ്ടായി, ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കാം. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമുക്ക് തിരിച്ച് വരാനായിട്ടുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാറിനും കൂടി ഒന്ന് പോയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി അവിടെ എത്താറായപ്പോഴത്തേനും സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേയിലത്തോട്ടങ്ങളിലൂടെ തന്നെയാണ് പിന്നെയും സഞ്ചാരം. അങ്ങനെ സന്ധ്യയോടടുത്ത സമയമായി. അപ്പോഴത്തേനും ആകാശമൊക്കെ മാറി, കളറൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ മൂന്നാർ എത്തിയപ്പോഴത്തേനും ഒരു 7 മണി എങ്ങാണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ല ഇരുട്ടായി. പിന്നെ കാടാണല്ലോ, അപ്പോൾ പിന്നെ ഒട്ടും തന്നെ വെളിച്ചം ഉണ്ടാവില്ല. പിന്നെ പോരാത്തതിന് കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മുടെ പോയിൻ്റാണ്. ഇവിടെ തേയിലത്തോട്ടാണ്, അതിൻ്റെ താഴെയായിട്ട് ഒരു അരുവിയൊക്കെ ഉണ്ട്. പക്ഷെ അത് ശരിക്കായിട്ട് അങ്ങോട്ട് കാണിച്ചു തരാൻ പറ്റണില്ല, ഇരുട്ടായി തുടങ്ങിയായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ നിർത്തി കുറച്ച് നേരം അതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പിന്നെ നമ്മുടെ കലാശക്കൊട്ടാട്ടോ. അപ്പോൾ നമുക്ക് അവിടെ മ്യൂസിക്കൊക്കെ ഇട്ട് തരും. നമുക്ക് ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് കളിക്കാം, പാട്ട് പാടുന്നവർക്ക് പാട്ട് പാടാം, അങ്ങനെ എന്തും ചെയ്യാം. നമ്മൾ ഡാൻസൊന്നും കളിച്ചില്ല, വെറുതെ കൈയൊക്കെ ഒന്ന് കൊട്ടി പാട്ടിനൊപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് ആസ്വദിച്ച് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ യാത്ര തിരിച്ചു പോരാണ്. അപ്പോൾ ഇന്നത്തേത് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പം നമ്മൾ ഇത്ര ദിവസം യാത്രയുടെ തുടക്കം മുതൽ ഇട്ടിട്ട് അതിൻ്റെ ഒടുക്കം കൂടി കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തതാണ്. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ വേറെയും ഉല്ലാസയാത്രയുടെ KSRTC ബസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബാക്കിൽ ആ ബസ്സുകൾ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവരൊക്കെ നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കണുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ വെറുതെ കൈയൊക്കെ ഒന്ന് കൊട്ടി എല്ലാം ഒന്ന് ആസ്വദിച്ച് അപ്പോൾ തിരിച്ചു പോരാനായിട്ട് എല്ലാവർക്കും ടയർഡായി തുടങ്ങി കേട്ടോ. രാവിലെ മുതലുള്ള യാത്രയാണല്ലോ. അങ്ങനെ നല്ല മനോഹരമായൊരു യാത്രയായിരുന്നു. പിന്നെ എപ്പോഴത്തേനും നന്നായിട്ട് ഇരുട്ടായി തുടങ്ങി. പിന്നെ എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും പറ്റില്ലല്ലോ, നല്ല ഇരുട്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഒന്നുകൂടി വീഡിയോ പിടിച്ചതാട്ടോ. അപ്പോൾ അവരെന്നെ കളിയാക്കുന്നുണ്ട്, വീഡിയോ പിടിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ പിടിക്കണം, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടേണ്ടതൊക്കെ പറഞ്ഞ്, കാരണം നല്ല ഇരുട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞ് വീണ്ടും ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ KSRTCയുടെ ടൂറ് പോകാൻ താല്പര്യമുള്ളവർക്ക് പോകട്ടെ. നല്ലൊരു ട്രിപ്പാണ്, നമുക്കധികം ചിലവുമില്ല, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ട്രിപ്പാണ്. അപ്പോൾ പറ്റണവരൊക്കെ പോവുക. ഇഷ്ടംപോലെ ഇതുപോലെ ട്രിപ്പുകളുണ്ടല്ലോ പല പല സ്ഥലങ്ങളിലേക്ക്. ഇപ്പോൾ ഗവിയിലേക്കൊക്കെ ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ പോയാൽ നന്നായിരിക്കും. അപ്പോൾ ബസ്സിലാണെങ്കിൽ തിരിച്ച് വരണ വഴിക്ക് അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ബസ്സിൽ നല്ലൊരു ഒച്ചയനക്കമൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മുടെ ഉല്ലാസയാത്രയുടെ വീഡിയോ ഇതോടുകൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരാം.